ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ ഒരു മോശപ്പെട്ട കാലാവസ്ഥ കാരണം നല്ല മഴ. ഞാൻ അമ്പലത്തിൽ പോകാമെന്നൊക്കെ കരുതി ഇങ്ങനെ ഇരുന്നതാണ്. പക്ഷേ ഈ മഴ എന്നെ ചതിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം മഴ കണ്ടിട്ട് തോരുന്ന ലക്ഷണമല്ല. എന്തായാലും മഴ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ രാവിലെ പാലൊക്കെ എടുത്തുകൊണ്ട് അകത്തോട്ട് പോകാം. അഥവാ മഴ തോർന്ന് നമുക്ക് അമ്പലത്തിൽ പോകാമല്ലോ. അപ്പോൾ നേരെ പാലൊക്കെ എടുത്തുകൊണ്ട് അകത്തോട്ട് കയറിപ്പോൾ മഴ ഇങ്ങനെ ആസ്വദിച്ച് നിന്ന കാര്യം നടക്കത്തില്ല. അപ്പോൾ നേരെ നമുക്ക് അകത്തോട്ട് പോകാം. മൂന്ന് പേര് മൂന്ന് ധ്രുവത്തിലാണ് കിടക്കുന്നു. അവരോട് കിടക്കട്ടെ. നമുക്ക് അപ്പോൾ അവരവിടെ കിടന്നുറങ്ങട്ടെ. നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം. കാരണം ഞാൻ കാപ്പിക്ക് വെള്ളമൊക്കെ വെച്ചിട്ടാണ് പുറത്തോട്ട് പോയത്. ഇപ്പോൾ അത് തിളച്ചിട്ടുണ്ടാകും. നോക്കട്ടെ, തിളച്ചുണ്ട്. എൻ്റെ കാപ്പിക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കാപ്പിയുടെ വെള്ളം തിളച്ചു. കാപ്പിയല്ല കേട്ടോ, തേയിലയാണ്. ഇനി അത് ഇടണം, പൊടി ഇടണം. അതുപോലെ തന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചൂടായിട്ടുണ്ട്. ഇനി അരി ഇടണം. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ അരി ഉഴുന്നും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡലിയോ ദോശയോ ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് എന്തായാലും ഇഡലി ഉണ്ടാക്കും. കാരണം ഷൈന് ഇഡലിയാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇഡലി ഉണ്ടാക്കാം. രാവിലത്തെ ഇഡലിക്ക് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ സാമ്പാറിന് വലിയ കഷ്ണങ്ങളൊന്നുമില്ല. ഉള്ളതൊക്കെ വെച്ച് വർത്തിക്കുന്ന സാമ്പാർ. പച്ചക്കറി വാങ്ങിച്ചിട്ട് നമ്മൾ ആഴ്ചയില്ല പച്ചക്കറി, ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് പച്ചക്കറി വാങ്ങിക്കുന്നത്. ഇപ്പോൾ പിന്നെ മീനിന് വിലയുണ്ട്. പച്ചക്കറിക്ക് നല്ല ചിലവായിട്ട്. പച്ചക്കറി അങ്ങനെ കാരണം പൊടിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പച്ചക്കറി വേണം. എന്തെങ്കിലുമൊക്കെ തോരനും മെഴുക്കോട്ടൊക്കെ വയ്ക്കണമെങ്കിൽ പച്ചക്കറി വേണം. അങ്ങനെ പച്ചക്കറി വാങ്ങിക്കും. അങ്ങനെയല്ല, അപ്പം ഈ ആഴ്ചയിൽ ഒരു കിറ്റ് വാങ്ങിച്ചാൽ, ഒരാഴ്ച കിറ്റ് വാങ്ങിച്ചാൽ 2 ആഴ്ച കൂടുതൽ എടുക്കും. പിന്നെ അല്ലാതെ വാങ്ങിക്കുമ്പോൾ നമ്മൾ തൂക്കി വാങ്ങിക്കുമ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് കാരണം ഞാൻ ഓരോ ആഴ്ചയും കണക്ക് ചെയ്ത് വാങ്ങിക്കും. ഇന്ന ദിവസം ഇന്നതാണെങ്കിൽ അടുത്ത ദിവസം അങ്ങനെ ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നത്. അപ്പം അതുപോലെ മറ്റു സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും മുളകൊക്കെ അങ്ങനെ വാങ്ങിക്കും. അപ്പം ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് നമുക്ക് സാമ്പാർ വെക്കാം, പിന്നെ ഇഡലി ഉണ്ടാക്കാം, പിന്നെ എന്താണ് ചോറുണ്ടാക്കണം. ഇതൊക്കെ പടപടാതെ പെട്ടെന്ന് ചെയ്യുന്നത്. അവൾ എണ്ണീറ്റില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്യും. അവൾ എണ്ണീറ്റാണ് എനിക്ക് താമസം. അപ്പോൾ അവൾ എണ്ണീറ്റില്ലെങ്കിൽ ഞാൻ പടപടാതെ പെട്ടെന്ന് ചെയ്യും എല്ലാ കാര്യങ്ങളും. ആരും ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ അതിന് താമസിക്കുന്ന ഈ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താമസിക്കും. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം, ചോറ് വെക്കണം, ഇഡലി ഉണ്ടാക്കണം, പിന്നെ തേങ്ങ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു തേങ്ങ ചട്നി കൂടെ ഉണ്ടാക്കണം. അപ്പം എൻ്റെ കൂടെ അവൾ എണ്ണീറ്റാണ് ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഞാൻ അവളെ ചോറ് വയ്ക്കണം. അപ്പോൾ ഏതായാലും മഴയൊക്കെ ആയിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ. അപ്പം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് അങ്ങനെ കാപ്പി കാപ്പി. അപ്പോൾ നമുക്ക് നേരെ അരിയൊക്കെ കഴുകി അരി ഇടണം. പിന്നെ ഒത്തിരി ഇന്ന് പണി ബാലൻസ് ഉണ്ട്. കാരണം പുളി വകയ്ക്കാനെ കൊണ്ട് ഞങ്ങളുടെ പേരപ്പം കുറേ വിറക് കൊണ്ടുവന്ന് ആ വിറകെല്ലാം കിടക്കുക. അതെല്ലാം പറക്കി ഒതുക്കി അടുക്കി പറക്കി വെക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ നേരെ അരി ഇടാം. അതിനുശേഷം ഞാൻ അടുപ്പ് കത്തിച്ച് വരുന്നതിന് കുളിക്കാൻ വെള്ളം വെക്കണം. അവരെണിക്കുമ്പോഴത്തേക്ക് കുളിപ്പിക്കണമെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിപ്പിക്കാൻ പാടില്ല. പിന്നെ ഷൈനായിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അണ്ണനൊരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ട്. ഇത്രയും പച്ചക്കറിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് സാമ്പാർ നോക്കുന്നു. ചിക്കൻ കാണിച്ചു തരാമേ. ഗുഡ് മോർണിംഗ്. എന്താ വേണം? എവിടെ പാല? എന്തോ എന്ത് വേണം മോനെ? വരുവാണ്. കുറച്ച് നേരം പിന്നെ കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് കുഞ്ഞിനെ നിറക്കി കിടത്തിട്ട് നേരെ അടുക്കളയിലോട്ടൊന്ന് സാമ്പാർ വെക്കാനുള്ള പരിപാടി തുടങ്ങി. സാമ്പാറിനെല്ലാം അരച്ച് ചേർത്ത് അടുപ്പത്ത് വെച്ചു. പിന്നെ ഒരു തോരൻ വെക്കാനെടുത്തത്, പക്ഷേ ഞാൻ പിന്നെ മടി കൊണ്ടത് മെഴുക്കുവരട്ടിയാക്കി. ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂടെ ഇട്ട് ഞാനൊരു മെഴുക്കുവരട്ടിയും ഈ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്നത് മറ്റേ തേങ്ങാ ചമ്മന്തിക്കുള്ളതാണ്. അതിനുള്ള ഉള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചു.
പിന്നെ 2-3 ഉണക്കമീനുണ്ടായിരുന്നു, അതും വെള്ളത്തിലിട്ടു. ഇപ്പം സമയം 8:30 ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി അമ്പലത്തിൽ പോകാൻ പറ്റില്ല. രാവിലെ പോകുന്നതൊക്കത്തില്ല, നമ്മൾ താമസിച്ച് പോയത്. പിന്നെ എനിക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അംഗൻവാടിയിലോട്ട് പോകണം. കുഞ്ഞിന് പോളിയുണ്ട്, ഇപ്പോഴാണ് അവർ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അതിന് പോകണം. അതിന് മുന്നോട്ട് ഞാൻ പോയിക്കണം. ചിലപ്പോൾ വൈകിട്ടെല്ലാം അമ്പലത്തിൽ പോകും. എനിക്ക് തോന്നുന്നത് ഇനി അതേ നടക്കത്തുള്ളൂ. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെയ്യണം. ചിലപ്പം ഉച്ചയ്ക്ക് മുന്നേ അടിച്ച് മഴ വരുമ്പോഴത്തേക്ക് പോയിട്ട് ചിക്കൻ നല്ല വാങ്ങിക്കാൻ, ചിക്കൻ വാങ്ങിക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കണം. പിന്നെ അല്ലി എണ്ണിപ്പിച്ചിട്ട് നമുക്ക് പോളിയോ തൊട്ടടുത്ത് അംഗൻവാടിയിൽ പോളിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോളിയോ കൊടുക്കാൻ പോകും. അപ്പോൾ ഓരോന്നോരോന്ന് വലിയ കാണിക്കാം. അങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നേരെ പോയത് കറിവേപ്പില അടിക്കാൻ. അപ്പോൾ ഞങ്ങളുടെ തോട് കണ്ട്, നല്ല ഭംഗിയുള്ള തോട്. പിന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഞങ്ങളുടെ സീതമുടിപ്പാറ. അത് നല്ല ഭംഗിയുള്ളൊരു പാറ കേട്ടോ. മഴയൊക്കെ ഉള്ള സമയത്ത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പാറ കാണാൻ. വീടിൻ്റെ 2 വശത്തേക്ക് നോക്കിയാൽ നമുക്ക് ആ പാറ കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഞങ്ങളുടെ ഈ സ്ഥലം, സീതക്കുഴി. എനിക്ക് നല്ല ഒരുമാതിരിപ്പെട്ടവരാരും അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഞങ്ങളുടെ സ്ഥലം. അത്രയും ഭംഗിയാണ് ഞങ്ങളുടെ സ്ഥലം കാണാൻ. ഇവിടെ ഒരു കരിയാപ്പുതിരിയുണ്ട്, ഇവിടെയുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരുമാതിരി മറ്റേ ചിന്നക്കത്തി പറഞ്ഞിട്ട് വിചിർപ്പിച്ച് നിൽക്കുക. കൊള്ളത്തില്ല, എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ ഭംഗിയുള്ളതെല്ലാം നോക്കിയെടുക്കാം. എനിക്കിത് ഇങ്ങനത്തെ ഇലകളാണ് ഇഷ്ടം. ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് താണയത്ത് നിന്ന് 2 എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ അമ്മ കണ്ടറിഞ്ഞ് എന്നെ ഓടിച്ച് കളയുന്നു. ഇങ്ങനെ ഓടിക്കാതാണോ? ഒട്ടിക്കെടുക്കും, ഒടിഞ്ഞു വരുന്നത്. അയ്യോ, വീടെടുത്ത്. അങ്ങനെ അല്ലിമോൾ എണ്ണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഉറക്കത്തിലെ കണ്ണൊക്കെ എഴുതിയതാണ് അമ്പലത്തിൽ കൊണ്ടുപോകാൻ. എല്ലാം വെറുതെ ആയിപ്പോയി. അപ്പം നേരെ അടുക്കളയിലോട്ട് പോയി. ഉരുളക്കിഴങ്ങിൽ മറ്റേ ക്യാരറ്റും ബീട്രൂട്ടുള്ള മെഴുക്കോട് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ ചട്നി ഉണ്ടാക്കിയായിരുന്നു, അതും ശരിയായിട്ടുണ്ട്. അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമായി. ഇതും സാമ്പാറും നല്ല കോമ്പിനേഷനാണ്. ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാൻ. അങ്ങനെ സാമ്പാർ, നല്ല കുറുകിയ സാമ്പാർ. ഷൈൻ നോക്കി ഇങ്ങനത്തെ കുറുകിയ സാമ്പാറാണ് ഇഷ്ടം. ഞാൻ വെച്ചുകൊണ്ട് പറയല്ലോ, നല്ല രുചിയാണ് സാമ്പാർ. പിന്നെ ഇത് അരപ്പ് ചേർക്കുന്നതിന് മുന്നേ ഞാൻ കുഞ്ഞിന് മാറ്റി വെച്ചതാണ് അല്ലിക്ക്. പിന്നെ അവരൊക്കെ എണ്ണിക്കാൻ കാത്തിരുന്ന് ചായ ഇടാൻ. കാരണം നേരത്തെ ചായ ഇട്ടാൽ അത് തണുത്ത് പോകും. അത് കാരണം അവരൊക്കെ എണ്ണീറ്റിട്ട് ഞാൻ ചായ എടുത്തുള്ളൂ, ഇഡ്ഡലി ഉണ്ടാക്കത്തുള്ളൂ നേരത്തെ തീരുമാനിച്ചു. അപ്പം അവർ എണ്ണീറ്റപ്പോഴത്തേക്കും ആ കാര്യങ്ങൾ ചെയ്തു. ഇഡ്ഡലി ഉണ്ടാക്കാൻ വെച്ചു. ഇഡ്ഡലി രണ്ടായി. ഇതിനകത്ത് കിടന്ന് ഓരോ ഹോളും ഞാനിങ്ങനെ കുത്തുന്നതാണ്. നമ്മുടെ മറ്റേ പപ്പടം കുത്തുന്ന അതും കൊണ്ട് കുത്തുന്നത്. വെന്തോ നോക്കുന്നു. അങ്ങനെ ഓരോ ഇഡ്ഡലിക്കും ഉണ്ട് ഓരോ കിഴുത്തേണ്ടി തോന്നുന്നില്ല, ഒരുമാതിരി എല്ലാത്തിനും ഉണ്ട് വെന്തോ. അങ്ങനെ ഇഡ്ഡലിയും ചായയായി. പിന്നെ ഞങ്ങളുടെ ഈ വർഷത്തെ ഫസ്റ്റ് പൊടി ഉണങ്ങിയിട്ടുള്ള ഫസ്റ്റ് സെക്ഷനാണ് ഇത്. ഇതിനകത്തിലും ഉണങ്ങിയതും ഉണങ്ങാത്തതുണ്ട്, അതിനെയും തിരിയണം. അതിനുശേഷം ഞങ്ങൾ 4 പേരും കൂടി രാവിലത്തെ കാപ്പി കുടിക്കാനിരുന്നു. ഇതെനിക്കാണ് കേട്ടോ. ഞാൻ ചായ കുടിക്കത്തില്ല, ഐസ്ക്രീമൊക്കെ കഴിക്കും. ഇതെനിക്കാണ്. പിന്നെ ഞാൻ നേരെ കുഞ്ഞിനെയും കൊണ്ട് മറ്റേ പോളിയോ കൊടുക്കുന്നിടത്ത് പോയി. ഞാൻ പറഞ്ഞില്ല, ഇതുകൊണ്ട് അതാ ഞങ്ങളുടെ സീതമുടിപ്പാറ ചെറുതായിട്ടേ കാണത്തുള്ളൂ. അപ്പം പോളിയോ കൊടുക്കുന്നിടത്ത് ഇതെനിക്ക് അണ്ണനാട്ടോ എടുത്തിരുന്ന വീഡിയോ. പോളിയോ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇവിടെ നിന്ന് തൊട്ടടുത്ത അംഗൻവാടി, കുറച്ച് പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പം ഞാനും അണ്ണനോടെ കയറിപ്പോയിരുന്നു. അന്നേരവും മഴയായതുകൊണ്ട് നല്ല മഴയായിരുന്നു. അന്നേരം അവിടെ ചെന്നപ്പം അല്ലി തന്നെ ഇങ്ങനത്തെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടു. അവളെ ഞങ്ങളിങ്ങനെ ഇതുവരെ അങ്ങനെ പാർക്കിലോ കാര്യങ്ങളോ ഞങ്ങളങ്ങനെ പോയിട്ടില്ല. എങ്ങും കുഞ്ഞുണ്ടായ പിന്നെ അങ്ങനെ പോയിട്ടേ ഇല്ല. അപ്പോൾ കുറച്ച് നേരം അവളകത്തിരുന്ന് കളിച്ചു. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി. എനിക്കിതിൽ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിപ്പോകാൻ ഭയങ്കര പാടാണ്. കാരണം ഭയങ്കര വഴുക്കല, തെറ്റല, വീഴും. തന്നെ പോയാലും വീഴും, അല്ലാതെ പോലും വീഴും. മുമ്പേ നിങ്ങൾ കണ്ട തോടല്ലല്ലോ ഞങ്ങളുടെ തോട്. നിമിഷ നേരം കൊണ്ടാണ് വെള്ളം കൂടുന്നത്. നിമിഷ നേരം കൊണ്ട് വെള്ളം കൂടും. അതുപോലെ മേളി ഗുരുനാഥ മണ്ണ് ഭാഗത്തൊക്കെ മഴയാണെന്ന് തോന്നുന്നു, അത് അത്രയും വെള്ളം കൂടി. പിന്നെന്താ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അണ്ണൻ ചെയ്യുന്നു. അണ്ണൻ നിന്ന് പുളി പൊട്ടിക്കുന്നു. അണ്ണനുള്ള ദിവസങ്ങൾ അണ്ണൻ എന്നെ ഈ വശത്തോട്ട് അടുപ്പിക്കാറേയില്ല, കാരണം അണ്ണൻ തന്നെ ചെയ്തോളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് കയറി വന്ന് ഞങ്ങൾ ചോറ് കഴിച്ചു. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു മുട്ടയും
ഉണക്കമീനും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ അനിയനൊക്കെ അവരെ ഞങ്ങളെ സഹായിക്കാൻ വന്ന വിറക്, ഞാൻ പറഞ്ഞില്ലേ വിറക് ഒത്തിരി ഉണ്ടായിരുന്നു പറക്കാൻ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് മുഖം തരാതെ ഓടുക ഇവരൊക്കെ. പിന്നെ അവർ വിറക് കൊണ്ടിടും, അണ്ണൻ അടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറക്ക് കഴിഞ്ഞപ്പം അവരും കൂടെ കൂടി അടുക്കി പെട്ടെന്ന് അങ്ങനെ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ അടുക്കി. പിന്നെ ഇനി ബാക്കി പണികളൊക്കെ മുറ്റമൊക്കെ വൃത്തിയാക്കാൻ കിടക്കുക. ഇത് പേരപ്പൻ അങ്ങ് റാന്നിന്ന് കൊണ്ടുവന്നതാണ് വിറക് പുകയ്ക്കാനെ കൊണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് ചായയൊക്കെ അനത്തി ചായയൊക്കെ കൊടുത്തു. കടിയും വാങ്ങിച്ചിരുന്നു, ചായയൊക്കെ അവർ കുടിച്ചു. പിന്നെ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഷൈനിന് പുളി അടുക്കിയേക്കുന്നത്. ഞാനിങ്ങനെ ഇത്ര ഇതിൽ ചെയ്യത്തില്ല, ക്ഷമയോടെ ഞാൻ ചെയ്യത്തില്ല. അണ്ണൻ പുതിയ തട്ടൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് സെക്ഷൻ തിരിച്ച് ഉണങ്ങിയതും ഉണങ്ങാത്തതും വാടിയതും വാടാത്തതും അങ്ങനെ പല തട്ടിലായിട്ടാണ് തിരിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഇതിലും തിരിയാനും ഒക്കെ ഉണ്ട്. എനിക്കിങ്ങനെ തിരിയാനൊന്നും അറിയത്തില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിച്ച് നേരെ ഞങ്ങൾ സിദ്ധുകൊണ്ട് പോയി. കാരണം നാളെ തിങ്കളാഴ്ചയാണ്, കുഞ്ഞിന് പഠിത്തമുണ്ട്, അണ്ണന് പണിയുണ്ട്. മഴയില്ലെങ്കിൽ അണ്ണന് പണിയുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും വാങ്ങിക്കണ്ടേ. അപ്പോൾ നേരെ ഞങ്ങൾ പച്ചക്കറി കടയിലോട്ടാണ് പോയത്. എന്തായാലും ഞങ്ങൾ പച്ചക്കറി വാങ്ങിച്ചില്ല, ബാക്കി അല്ലാതെ നമ്മുടെ പലചരക്ക് സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. ഞങ്ങൾക്ക് ഇനി ചിലപ്പോൾ ഞങ്ങൾ മേളി മീനാക്ഷിയുടെ ഒക്കെ അവിടെ വരും പോകും. ചിലപ്പോൾ നല്ല പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വരെയും പോകും. നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുക. പിന്നെ നാളെ ആദ്യക്ക് യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങും. അപ്പോൾ ആദ്യം പഠിപ്പിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളോടുണ്ട്. ഇന്നിപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ അവളവിടെ സാധനം എടുത്തുകൊണ്ട് അവൾ കയറിപ്പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, അണ്ണനും ഞാനും കൂടെ കയറിപ്പോയി സാധനങ്ങളൊക്കെ വെച്ച്. ഇത് ഒരാഴ്ച ഒന്ന് ചിലപ്പോൾ ഇത് നിൽക്കും, ചിലപ്പോൾ നിൽക്കത്തില്ല. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് പിന്നെ കാണാം. ഓക്കെ, ബായ്.